ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വീഡിയോയുടെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു സ്റ്റഡി ബ്ലോഗാണ് കേട്ടോ. ഞാനിത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ 12 hours പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ 12 മണിക്കൂറൊക്കെ ഇരിക്കുന്നത് കേട്ടോ. കുറച്ചധികം മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുന്നത്. കുഞ്ഞു ബ്രേക്ക് അതിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫിക്കേഷനും, അത് കഴിഞ്ഞ് എക്സാം എഴുതാൻ പോയിട്ട് നമ്മൾ പഠിച്ച അതേ ക്വസ്റ്റ്യൻസ് വന്നിട്ട് അത് കംപ്ലീറ്റ്ലി ആൻസർ ചെയ്തിട്ട് വരുന്ന ആ ഒരു മൊമെൻ്റൊക്കെ ഇപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു മൊമെൻറ്റ് കുറച്ചായി എനിക്ക് കിട്ടിയിട്ട്. കാരണം പഠിച്ച അതേ ക്വസ്റ്റ്യൻസ് എക്സാം വന്നു, നല്ല രീതിയിൽ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. നല്ല സിമ്പിളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ പേപ്പേഴ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. സീരീസ് എക്സാം കഴിഞ്ഞിട്ട് പേപ്പേഴ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല മാർക്ക്, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നന്നായിട്ട് എനിക്ക് മാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നലെ നമുക്ക് പള്ളിപ്പെരുന്നാളിന് പോയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അതൊന്നും നോക്കില്ല. രാവിലെ 6 മണിക്കല്ലാന്ന് വെച്ചെങ്കിലും ഞാൻ 6:30 ആകുമ്പോഴാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. സോ പെട്ടെന്ന് തന്നെ ബാക്കി കലാപരിപാടികളൊക്കെ തുറന്നിട്ട് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. സോ രാവിലെ 6:30 എണീറ്റ് നമ്മൾ ബ്രഷ് ചെയ്തു. രാവിലെ തന്നെ ഞാൻ കുളിച്ചിട്ടു. അല്ലെങ്കിൽ പിന്നെ ആ ഒരു ഡേ മൊത്തം ഞാനിങ്ങനെ കുളിക്കണമല്ലോ അങ്ങനത്തെ ഒരു മൈൻഡിലായിരിക്കും. സോ അപ്പോൾ രാവിലെ തന്നെ അത് കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുളിച്ചു. ദെൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ടേബിൾ നോക്കിയപ്പോൾ ആകെ മിസ്സായി കിടക്കുകയാണ്. ഇന്നലത്തെ എല്ലാം ഉണ്ട് എൻ്റെ ടേബിളിൽ. ബുക്ക് വെച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇന്നലെ പള്ളിപ്പെരുന്നാൾ പോയി വന്നപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്ക് പ്രൊജക്റ്റിൻ്റെ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തൊക്കെ അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. സോ അതെല്ലാം എടുത്ത് മാറ്റി ജേർണലും ചെയ്ത സംഭവങ്ങളുണ്ടായിരുന്നു, എല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് വെച്ചിട്ടു. അപ്പോൾ തന്നെ നമുക്കൊരു മൈൻഡിനൊരു റീഫ്രഷ്മെൻറ്റ് കിട്ടുമല്ലോ. സോ അങ്ങനെ മെസ്സാവുന്ന രീതിയിൽ പഠിക്കാതിരിക്കണമാണ് ഏറ്റവും നല്ലത്. നല്ല ക്ലീനായിട്ട് നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്ന ലൈറ്റുള്ള സ്ഥലത്ത് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഒരു എനർജി ഉണ്ടാവും. സോ എൻ്റെ ടേബിൾ വിൻഡോയുടെ അടുത്ത് തന്നെയാണ്. ഞാൻ പുറത്തോട്ട് നോക്കിയിട്ടാണ് ചില സമയത്തും പഠിക്കാറുണ്ടാവുക. അപ്പോൾ തന്നെ നല്ലൊരു മൈൻഡ് ഒരു റിഫ്രഷ് ആയപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. സോ നമ്മൾ രാവിലെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. ദെൻ സ്കിൻ കെയറും ബോഡി കെയറൊക്കെ ചെയ്തിട്ട് നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരു ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുളി കഴിഞ്ഞ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ ഓക്കെയാണ്, ഫുള്ള് പഠിക്കണം എന്നുള്ളൊരു മൈൻഡോടെ തന്നെയാണ് വന്നിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളെ 2 എക്സാമാണ്, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പാസ്സായാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം പഠിക്കാനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. സോ ഞാൻ സെലക്റ്റീവായിട്ട് കുറച്ച് ടോപ്പിക്സ് പിക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ഇതൊക്കെ നോട്ട് ചെയ്ത് ഞാൻ വീട്ടിൽ ആയിരുന്നപ്പോൾ തന്നെ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോട്ടും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ എനിക്ക് മസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഉച്ച വരെ ഒക്കെ എന്തായാലും പഠിക്കാം. പുതുതായി എന്താണോ പഠിക്കാനുള്ള ആ കാര്യങ്ങൾ പഠിക്കാം. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് റിവിഷൻ നടത്താം. അതാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. സോ വീട്ടിലായ സമയത്ത് ഞാൻ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം ഒരു 90% തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അവിടെ നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് അതാണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ച് ഫസ്റ്റ് സെക്ഷൻ തീർത്തതിന് ശേഷം ഞാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് ഉപ്പുമാവാണെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സെക്ഷനും എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് നട്ട്സും അതേപോലെ തന്നെ ഓറഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇങ്ങനെ പഠിക്കുമ്പോൾ എന്തെങ്കിലും തിന്നുകൊണ്ട് പഠിക്കുന്ന ഒരു ആളാണ്. എന്തെങ്കിലും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഓരോ ടോപ്പിക്സ് എടുത്ത് പഠിക്കാൻ തുടങ്ങി. ഒരുപാടുണ്ടായിരുന്നു നമുക്ക് പഠിക്കാൻ. ഞാൻ തുടങ്ങിയപ്പോൾ വിചാരിച്ചു കുറച്ചുള്ളൂ എന്ന്, പക്ഷേ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി കുറേ ഉണ്ട് പഠിക്കാനെന്നുള്ളത്. അപ്പോൾ ഞാൻ നോട്ട് നോക്കി എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണ്. പിന്നെ ക്ലാസ് എടുത്ത ടൈമിൽ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. അപ്പോൾ അതും നോക്കി പഠിക്കുകയായിരുന്നു.
അപ്പോൾ ഒരു 12:30 വരെയൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി ലഞ്ച് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് തോന്നി ഞാൻ 9:30 ആയപ്പോഴാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ പോയി 12:30 ആകുമ്പോൾ ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 1:30 വരെയാണ് ലഞ്ച് ടൈം വരുന്നത്. അപ്പോൾ 1:30 ആകുമ്പോഴത്തേനും കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ 12:30 ആകുമ്പോൾ പോയി കഴിച്ചു. പിന്നെ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ കുറച്ച് നേരം എഡിറ്റിംഗ് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു മാതള നാരങ്ങയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഞാനൊരു 2 മണിയാകുമ്പോൾ വീണ്ടും ഞാൻ അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ 4 മണിക്ക് ഇവിടെ എന്തോ ബ്രെഡ് പിടിച്ചതെന്തോ ആയിരുന്നു. പക്ഷേ ഞാൻ കഴിച്ചില്ല. ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഞാൻ വീണ്ടും പഠിക്കാനിരുന്നു. 4 മണിക്ക് ശേഷമാണ് ഞാൻ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഈ ഒരു ഹൈലൈറ്റർ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 4:30 to 7:30 വരെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു റിവിഷൻ ടൈമിൽ കുറേയൊക്കെ അന്ന് രാവിലെ പഠിച്ചുകൊണ്ട് തന്നെ കുറേയൊക്കെ ഓർമ്മ ഉണ്ടായിരുന്നു. സോ അന്ന് രാവിലെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണല്ലോ, അപ്പോൾ അത്രയും എഫർട്ട് എടുക്കേണ്ടി വന്നില്ല. പിന്നെ സ്റ്റഡി ലീവിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ കുറച്ച് കഷ്ടപ്പെട്ട് ഞാനൊന്ന് ഓർത്തെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. അതിലാണെങ്കിൽ ഒരുപാട് ഡയഗ്രാംസും ഫ്ലോ ചാർട്ടും ഒക്കെയാണ് ഉള്ളത്. സോ അപ്പോൾ അതൊക്കെ എഴുതി പഠിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. തിയറി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വെറുതെ വായിച്ചു പോകുന്ന ഒരാളല്ല. ആക്റ്റീവ് റീകോളിംഗ് ആണ് ഞാൻ ചെയ്യുക. അപ്പോൾ അതാവുമ്പോൾ ഒന്നുകൂടെ ഓർത്തിരിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ റിവിഷൻ ചെയ്യാറ്. ഞാനിങ്ങനെ ഒരു ഡിജിറ്റൽ സ്ലേറ്റിൽ എഴുതി പഠിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം ഉണ്ടാവും. ആ ഒരു പോയിൻറ്റ് മാത്രം ഞാനിങ്ങനെ ഈ സ്ലേറ്റിൽ എഴുതി പഠിക്കും. അങ്ങനെ 7:30 ഒക്കെ ആയപ്പോൾ നമ്മൾ പഠിത്തം തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അങ്ങോട്ട് കൂടുതലായിട്ടൊന്നും പഠിക്കാൻ നിന്നില്ല. 7:30 8 മണി ആകുമ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് പിന്നെയും ഞാൻ പോയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റിവിഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 10:30 വരെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് രാവിലെ 5 മണിക്കാണ് എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ ഒരു 4:30 ആകുമ്പോൾ എണീറ്റ് ബാക്കി റിവിഷൻ കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.